വിശദമായ വാർത്തകളിലേക്ക് പോകുമ്പോൾ ജമ്മു കാശ്മീരിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. ശ്രീനഗറിന് സമീപം വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. 3 ഭീകരരെ സൈന്യം വധിച്ചതായി റിപ്പോർട്ട്. ജമ്മു കാശ്മീരിലെ ധാരാ മേഖലയിൽ ഭീകരർക്കായി തിരച്ചിൽ തുടരുകയാണ്. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി. PR അരവിന്ദ്, ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണോ? സുരക്ഷാ സേന ഇത് സംബന്ധിച്ചുള്ള എന്തെല്ലാം വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ. അജി, ഏറ്റുമുട്ടൽ അവസാനിച്ചു എന്നതാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കുന്നത്. ഇന്ന് 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ശ്രീനഗറിലെ വനമേഖലയായ ലിഡ്വാസിൽ ഭീകരരുണ്ടെന്ന വിവരം സുരക്ഷാ സേനയ്ക്ക് ലഭിക്കുന്നത്. പിന്നാലെയാണ് ഓപ്പറേഷൻ മഹാദവ് എന്ന പേരിൽ CRPF-ഉം ഇന്ത്യൻ സൈന്യവും അതുപോലെ തന്നെ ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായ ഒരു ഓപ്പറേഷൻ ആരംഭിക്കുകയും 3 ഭീകരരെ വധിക്കുകയും ചെയ്തത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഭീകരരെ തിരിച്ചറിയാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരമെന്ന് പറയുന്നത് ഈ 3 ഭീകരരും പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അന്ന് ഈ പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരാണോ എന്ന സംശയം ഇപ്പോൾ സൈന്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ തിരിച്ചറിയാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നതാണ് സൈന്യം വ്യക്തമാക്കുന്നത്. ചില വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വനമേഖലയിലേക്ക് ഇന്ന് സൈന്യം എത്തുന്നതും ആ സമയത്ത് സൈന്യത്തിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയും പിന്നീട് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും 3 ഭീകരരെ ഇപ്പോൾ സൈന്യം വധിക്കുകയും ചെയ്തത്. എന്തായാലും ഇവരിൽ നിന്ന് ആയുധങ്ങളും അതുപോലെ തന്നെ ഗ്രനേഡുകൾ അടക്കം പിടിച്ചെടുത്തു എന്നുകൂടി സൈന്യം വ്യക്തമാക്കുന്നു. എന്തായാലും 3 ഭീകരരെ വധിച്ചു എന്ന് ഔദ്യോഗികമായി തന്നെ സൈന്യം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. എക്സിലൂടെയാണ് ഇപ്പോൾ സൈന്യം ഇത് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഭീകരരാരെന്ന കാര്യത്തിൽ ഇവർ പാക് ഭീകരരാണെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരെ തിരിച്ചറിയാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. എന്തായാലും നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണം നടന്ന 3 മാസം പിന്നിടുകയാണ്. അവിടെ അന്ന് ഈ ഭീകരാക്രമണം നടത്തിയ ഭീകരർ ഇതുവരെ പിടികൂടാൻ സാധിച്ചില്ല എന്ന വലിയ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അന്ന് ആ ഭീകരാക്രമണത്തിൽ ഉണ്ടായിരുന്ന ഭീകരാണെന്ന സംശയമുണ്ട്. ഇവരെ തിരിച്ചറിയാനുള്ള നടപടിക്രമങ്ങളും ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. അജി, ശരി. PR അരവിന്ദാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.